ദിലീപ് കാവ്യ മാധവനെ വിവാഹം കഴിച്ചിട്ടും സോഷ്യൽ മീഡിയയിലെ ആക്രമണങ്ങൾക്ക് ഒരു കുറവുമില്ല. കാവ്യയെയും ദിലീപിനെയും പലതവണ സോഷ്യൽ മീഡിയയിൽ വിവാഹം കഴിപ്പിച്ചവർ പോലും യഥാർത്ഥത്തിൽ അത് സംഭവിച്ചപ്പോൾ വിമർശനവുമായി എത്തി. ചിരിച്ചുകൊണ്ട് അച്ഛന്റെ രണ്ടാം വിവാഹത്തിന് പങ്കെടുത്ത മീനാക്ഷിയെയും വിമർശകർ വെറുതെ വിട്ടില്ല. വിവാഹത്തിന്റെ പിറ്റേ ദിവസം മുതൽ തന്നെ വിവാഹമോചന വാർത്തകളും പ്രചരിപ്പിച്ചു. എന്നാൽ അപ്പോഴും ദിലീപ് ഒന്നും കൂസാക്കിയില്ല. കാവ്യയ്ക്കും മീനാക്ഷിക്കുമൊപ്പം പഴയതിലും സന്തോഷത്തോടെ മുന്നോട്ടു പോയി. പുതിയ വീടും വാങ്ങി, കാറും വാങ്ങി, യാത്രകൾ ഒരുപാട് ചെയ്തു. മറുവശത്ത് സിനിമാ തിരക്കുകളും സാമൂഹ്യ പ്രവർത്തനങ്ങളും. ഗോസിപ്പുകളെക്കുറിച്ച് ആലോചിക്കാൻ ദിലീപിന് ഒട്ടും സമയമില്ലായിരുന്നു. വിവാഹശേഷവും കാവ്യ ലക്ഷ്യ എന്ന വസ്ത്രവ്യാപാര മേഖല തുടർന്നുകൊണ്ടുപോന്നു. അതിനിടയിൽ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ദിലീപിനെ പ്രതി ചേർക്കാൻ ചിലർ ഗൂഢാലോചന നടത്തി. ദിലീപാണ് പൾസർ സുനിക്ക് കൊട്ടേഷൻ നൽകിയതെന്നും ദിലീപിനെ പോലീസ് ചോദ്യം ചെയ്തു എന്നൊക്കെയായിരുന്നു വാർത്തകൾ. ആദ്യമൊന്നും ദിലീപ് മിണ്ടിയില്ല. ഒടുവിൽ പൾസർ സുനി അറസ്റ്റിലായി സത്യം പുറത്തു വന്നതോടെ ദിലീപ് പൊട്ടിത്തെറിച്ചു. മനസ്സാവാച അറിയാത്ത കാര്യങ്ങൾക്കാണ് തന്നെ ഇപ്പോൾ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ദിലീപ് പറഞ്ഞു. ഇത് വിമർശകരെ ചൊടിപ്പിച്ചതുകൊണ്ടാവാം പുതിയ പ്രശ്നവുമായി ഇവർ എത്തിയത്. ഇത്തവണ കാവ്യയുടെ പേര് ഉപയോഗിച്ച് ദിലീപിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ് സോഷ്യൽ മീഡിയ. മീനാക്ഷിയും കാവ്യയും തമ്മിൽ വഴക്കാണെന്നും വഴക്കിട്ട് കാവ്യ ഇറങ്ങിപ്പോയി എന്നുമൊക്കെ ചില നവമാധ്യമങ്ങൾ വാർത്ത പ്രചരിപ്പിക്കുന്നു. ഉറങ്ങാൻ വേണ്ടി മാത്രമാണത്രേ കാവ്യ ഇപ്പോൾ ദിലീപിന്റെ വീട്ടിലെത്തുന്നത്. തന്റെ സ്വകാര്യതയിൽ മീനാക്ഷി ഇടപെടുന്നത് കാവ്യയ്ക്കും തന്നിൽ കൂടുതൽ ഉത്തരവാദിത്വം കാവ്യ കാണിക്കുന്നത് മീനാക്ഷിക്കും ഇഷ്ടമല്ലത്രേ. കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗോസിപ്പ് ബസാർ.